പിണറായി വിജയനും ശിഷ്യൻ അൻവറിനും ഇനിയും നേരം വെളുത്തിട്ടില്ല. ഒരു കാര്യത്തിലും മോദിയെ പേരെടുത്ത് വിമർശിക്കാത്ത ഇരുവരും രാഹുൽ ഗാന്ധിയെ തന്തയ്ക്ക് വിളിക്കുന്നു. എന്ത് യോഗ്യതയാണ് പിണറായിക്കും രാഹുൽ ഗാന്ധിയെ വിമർശിക്കാനുള്ളത്? ഇന്ന് ബിജെപിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രചരണം ഏറ്റെടുത്തിട്ടുള്ളത് പിണറായി വിജയനും അൻവറുമാണ്. പിണറായിയുടെയും അൻവറിന്റെയും പ്രസ്താവനകൾ ബിജെപി രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കുന്നു. മറ്റു സംസ്ഥാനങ്ങളിലെ സിപിഎം അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ രാഹുൽ ഗാന്ധിയെ നേതാവായി അംഗീകരിക്കുമ്പോൾ കേരളത്തിലെ സിപിഎം മാത്രം ഇങ്ങനെ രാഹുൽ ഗാന്ധിയെ തെറി വിളിക്കുന്നത് മോദിയെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്ന് വ്യക്തമായിരിക്കുന്നു. സ്വന്തം മകളെ കേസിൽ നിന്ന് രക്ഷിക്കാനും സ്വയം അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനും പിണറായിക്ക് മോദിയെ സുഖിപ്പിച്ചേ മതിയാകൂ. മോദിക്കും ബിജെപിക്കും സഹായകരമാകുന്ന പ്രസ്താവനകൾ പുറപ്പെടുവിച്ചേ മതിയാകൂ. തന്റെ അച്ഛനും മുത്തശ്ശിയും ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായത് കണ്ടു വളർന്ന രാഹുൽ ഗാന്ധിയെ തെറി വിളിക്കുന്നതിലൂടെ ഇല്ലാതാകുന്നത് നിങ്ങൾ തന്നെയാണ് പിണറായി. കേരളം ഭരിച്ചു മുടിച്ച് സാമ്പത്തികമായി കേരളത്തെ തകർത്ത് കടക്കണിയിൽ ആക്കുകയും പെൻഷൻ മുടക്കുകയും സകലത്തിനും വില വർദ്ധിപ്പിക്കുകയും ജനങ്ങളെയാകെ ദുരിതത്തിൽ ആക്കുകയും ചില നിങ്ങളുടെ ദുർഭരണം കേരള ജനത കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് നിങ്ങളുടെ ധൂർത്തും ജനങ്ങൾ കാണുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾ ഇവിടെ നടത്തിക്കുട്ടിയ കൊള്ളയും സ്വജന പക്ഷപാതവും അഴിമതിയും ജനങ്ങൾ കാണുന്നുണ്ട്. ഈ അഴിമതി അന്വേഷണങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ നിങ്ങൾ മോദിയുടെ ദാസ്യവേല ചെയ്യുന്നു. ഇന്ത്യയെ വീണ്ടെടുക്കാൻ, ഇന്ത്യയിലെ ജനാധിപത്യം സംരക്ഷിക്കാൻ, ജനദ്രോഹ കേന്ദ്രഭരണത്തെ തൂത്തെറിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഇന്ത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടി കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ ജനാധിപത്യ മതേതരത്വ പാർട്ടികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പോരാടുമ്പോൾ അതിന് തുരങ്കം വയ്ക്കുന്ന കേരളത്തിലെ സിപിഎമ്മിനും പിണറായിക്കും കേരള ജനത മാപ്പ് തരില്ല. നിങ്ങൾ തെറിവിളിച്ചാൽ ഇല്ലാതാകുന്നതല്ല രാഹുൽ ഗാന്ധിയുടെ വ്യക്തിത്വം. ഇത്ര ഹീനമായി ഇന്ത്യ മുന്നണിയുടെ ദേശീയ നേതാവിനെ തെറി വിളിക്കുന്ന പിണറായിക്കും സിപിഎമ്മിനും ജനാധിപത്യ മതേതര വിശ്വാസികളായ ഒരൊറ്റ മലയാളിയും വോട്ട് ചെയ്യില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു.